സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് A1-ലെ 3rd ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ ഗ്രാമർ പോർഷനാണ്. ഓക്കെ, സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കമൻസും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? German Language Foundation course just for rupees 499. Course duration daily 90 minutes and in 10 sections. Course contents: alphabets, numbers 0 to 100 million, how to introduce oneself, countries and languages in German language, German for day-to-day usages such as greetings, months, objects, foods, etc. ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നാണ് unregelmäßige Verben. അതിൽ നമ്മൾ 3-4 unregelmäßige Verben അവയുടെ കോൺജുഗേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ അതിൻ്റെ ബാലൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, സോ എന്താണ് unregelmäßige Verben എന്ന് നമുക്കറിയാം. എന്താണ് unregelmäßige Verben മീൻസ്? ഇറഗുലർ വെർബ്. അവയുടെ ചേഞ്ചസ് എവിടെയൊക്കെ കാണിക്കുന്നത്? വെബ് സ്റ്റാമിൻ്റെ ആയ ദൂവിലും എയർഎസ്എസിയിലുമാണ് അല്ലേ. ദൂ, എയർഎസ്എസി എന്ന പേഴ്സണൽ പ്രൊനൗമൻ ഈ രണ്ട് ഭാഗത്തും മാത്രമേ ആണ് unregelmäßige വെർബിൻ്റെ ചേഞ്ചസ് കാണിക്കുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് വേറെ 2-3 എക്സ്ട്രാ unregelmäßige വെർബ് നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ വെർബാണ് laufen. Study nursing in Germany with stipend. 1 lakh monthly stipend. Eligibility: +2 Science, Humanities, Commerce with 70% marks. We offers German language A1 to B2. Admission process: travel assistance. Contact Cpte for getting nursing admissions in Germany. എന്താണ് laufen? So laufen means എന്താണ്? To run. laufen അതൊരു ഇറഗുലർ വെർബാണ്. അതൊരു unregelmäßige വെർബിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, laufen. സോ ഇഷ് വരുമ്പോൾ laufe എന്ന് തന്നെ ആയിരിക്കും. സോ ദു വരുമ്പോൾ എന്താ ഇവിടെ ചേഞ്ച് മെയിനായിട്ട് എന്തായിരുന്നു? വൗവൽ ചേഞ്ച് ഇവിടെ എന്താവുമെന്ന് ചോദിച്ചാൽ എ ഉംലൗട്ടായി നമ്മൾ പഠിച്ചു. ഈ ഐ-ആയി നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് ഏതൊക്കെ ചേഞ്ചസ് വരും നമ്മൾ നോക്കി. ഈ വെർബിൽ ചേഞ്ചസ് വരുന്നത് എ എന്നത് എ ഉംലൗട്ടായിട്ട് മാറും. എവിടെയൊക്കെ? ദൂവിലും എയർഎസ്എസിയിലും മാത്രം. ഓക്കെ, സോ എ എന്തായി മാറും? എ ഉംലൗട്ടായിട്ട് മാറും. സോ ഇവിടെ ഇപ്പം ഇഷ് വരുമ്പോൾ ലൗഫെ. സോ ദൂവിൽ ചേഞ്ച് വരുമല്ലോ. സോ ലൂപ്സ് നമ്മൾ ലോബ്സ്റ്റ് എന്ന് എഴുതും. എന്നിട്ട് എക്ക് മുകളിൽ ഉംലൗട്ട് വരും. സോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്തായി മാറി? ലൗസ്റ്റ് എന്നുള്ളത് എന്തായി ചേഞ്ച് ആയി മാറി? ലോബ്സ്റ്റ് എന്നായിട്ട് ചേഞ്ച് ആണ്. സോ ലോബ്സ്റ്റ്. ഓക്കെ, ഈ എയർഎസ്എസിയിൽ ലോഫ്റ്റ്. സോ ദൂവിലും എയർഎസ്എസിയിലുമാണ് ചേഞ്ച് വരുന്നത്. ലൗഫൻ എന്ന വെർബിൻ്റെ വെബ് സ്റ്റാം എടുത്ത് അതിൻ്റെ എക്ക് എന്തിട്ട് കൊടുക്കുക? ഉംലൗട്ട് ഇട്ട് കൊടുക്കുക. സോ ലോഫ്റ്റ്, ലോഫ്റ്റ്. നെക്സ്റ്റ് വിയർ. വിയറിനൊന്നും ചേഞ്ച് ഇല്ല. സോ ലൗഫൻ എന്ന് തന്നെ വരും. ഇയറിന് എന്ത് വരും? ലൗഫ്റ്റ് എന്ന് തന്നെ സെയിം കോൺജുഗേഷൻ ആയിരിക്കും. സിക്ക് 2 ലൗഫൻ. സോ ഉള്ളി ഇറഗുലർ വെർബിന് എവിടെയാണ് ചേഞ്ചസ് കാണിക്കുന്നത്? ദൂവിലും എയർഎസ്എസിയിലും. ലൗഫൻ എന്നതിൻ്റെ എക്ക് എന്തിട്ട് കൊടുക്കുക? വെബ് സ്റ്റാം എടുക്കുക. നമ്മൾ വെബ് സ്റ്റാം എടുക്കുമ്പോൾ ലൗഫ് എന്ന് കിട്ടും. അതിൻ്റെ എക്ക് ഉംലൗട്ട് ഇട്ട് കൊടുക്കുക. എവിടെയൊക്കെ? ദൂവിലും എയർഎസ്എസിയിലും. സോ ലോസ്റ്റ്, ലോഫ്റ്റ്. നെക്സ്റ്റ് ഒരു വെർബാണ് ഫാറൻ. കേട്ടിട്ടുണ്ടാകും അല്ലേ? ഫാറൻ മീൻസ് എന്താ അർത്ഥം? ടു ഡ്രൈവ്. ഓക്കെ, സോ ഫാറൻ മീൻസ് ടു ഡ്രൈവ്. അതും ഒരു unregelmäßige വെർബനാണ്. അതായത് അതൊരു ഇറഗുലർ വെർബാണ്. സോ ഈ ഒരു വെർബിലും എ എന്തായി ചേഞ്ച് വരും? എ ഉംലൗട്ട് ആയിട്ടാണ് ചേഞ്ച് വരുന്നത്. സോ നമുക്ക് നോക്കാം, കോൺജുഗേഷൻ നോക്കാം. ഇഷ് ഫാറെ. ദു ഫസ്റ്റ്. ദു ഫസ്റ്റ് എന്നാണ്. കാരണം എക്ക് ഉംലൗട്ട് വരുന്നുണ്ട്. ചേഞ്ചസ് അതാണ് സംഭവിക്കുന്നത്. സോ ദു ഫസ്റ്റ്. RSSC
ബാക്കി ഇടങ്ങളിലൊന്നും ചേഞ്ചസ് വരുന്നില്ല. സെയിം കോഞ്ചുഗേഷൻ. ബിയർ വരുമ്പോൾ ഫാറൻ, ഇയർ വരുമ്പോൾ ഫാർ, വീണ്ടും സി വരുമ്പോൾ ഫാറൻ. സോ ലൗഫനും ഫാറിനും നമ്മൾ ഒന്ന് പരിചയപ്പെട്ടു. ഇത് രണ്ടും ഉൺറേഗൽമേസികയിൽ വരുന്നതാണ്. ഇവിടെ വ്യത്യാസം എന്താണ്? ഇവയ്ക്ക് ചേഞ്ച് എന്താണ് വരുന്നത്? ദൂലും ഏറസസിയിലും നമ്മൾ അതിൻ്റെ കോഞ്ചുഗേഷൻ ചെയ്യുമ്പോൾ എക്ക് എന്തായി മാറും? എ ഉംലൗട്ടായിട്ട് മാറും. ഇനി ഒരു ഇറഗുലർ വെർബും കൂടെ നമുക്ക് പരിചയപ്പെടാം. സ്പ്രഹൻ. വളരെ നിങ്ങൾക്ക് പരിചയമുള്ളൊരു വെർബാണ് അല്ലേ? സ്പ്രഹൻ. സ്പ്രഹൻ മീൻസ് ടു സ്പീക്ക്. ഓക്കെ, സ്പ്രഹൻ മീൻസ് എന്താണ്? ടു സ്പീക്ക്. സോ ഇഷ് വരുമ്പോൾ സ്പ്രഹെ, ദു വരുമ്പോൾ സ്പ്രിഷ്ട എന്നാണ്. അതായത് ഈ ഐ ആയിട്ട് മാറുന്ന ആ ഒരു ചേഞ്ചിൻ്റെ അകത്ത് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ വരുന്ന ഒരു ഇറഗുലർ വെർബാണ് ഇത്. സോ ദു എന്ത് വരും? സ്പ്രിഷ്ട എന്നാവും. ഈ ഐ ആയിട്ട് മാറി ഒരു കേസിൽ. സോ ദു സ്പ്രിഷ്ട, സ്പ്രിഷ്ട, മറ്റേത് സ്പ്രിഷ്ട, ഇത് സ്പ്രിഷ്ട, ടി വരും എന്തെങ്കിലും. ഓക്കെ, സോ സ്പ്രിഷ്ട, സ്പ്രിഷ്ട. നെക്സ്റ്റ് ബിയർ വരുമ്പോൾ സ്പ്രഹൻ, ഇയർ വരുമ്പോൾ സ്പ്രിഷ്ട തന്നെ വരും. നെക്സ്റ്റ് വരുന്ന ഏതാണ്? സ്പ്രഹൻ. സോ ഇയർ വരുമ്പോൾ സ്പ്രഷ്ട് എന്നാണ് വരുന്നത്. സോ സ്പ്രഹൻ എന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെർബാണ്. സോ അതിൽ വെച്ച് നിങ്ങളൊരു സെൻറ്റൻസ് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ദൂലും ഏറസസിലും വരുന്ന ചേഞ്ചസ് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ദൂല് വരുമ്പോൾ എന്തായാലും മാറും? സ്പ്രിഷ്ട്, ഏറസസിൽ സ്പ്രിഷ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഉൺറേഗൽമേസിക വെർബിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. സോ എന്തൊക്കെയാണ്, ഏതൊക്കെ വെർബുകൾ നമ്മൾ പരിചയപ്പെട്ടു? ലൗഫൻ, ഫാറൻ ആൻഡ് ലാസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടതാണ് സ്പ്രഹൻ. സോ ലൗഫനും ഫാറിനും ചേഞ്ച് വരുന്ന എന്താണ്? എ എന്തായി മാറും? എ ഉംലൗട്ടാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു സ്പ്രഹൻ്റെ ഈ വെബ്സ്റ്റാമിൽ അത് കഴിഞ്ഞ് വരുന്ന ഈ ഐ ആയിട്ട് മാറും. സ്പ്രിഷ്ട എന്നാണ് ദൂരം. സോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. വീണ്ടും നമ്മൾ കാണുന്നത് വരെ ബൈ. ചൂസ് auf Wiedersehen. Become a registered nurse in Germany. German language coaching A1 to B2 level. Skill development program for the nurses interested to become a registered nurse in Germany. Skill development programs such as human anatomy in German language, German culture, society, geography and economy. Basic German laws which a nurse should know.